ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയാകും എന്നറിയാത്ത ആശങ്കയിൽ. ഇന്ത്യ ഏത് തരത്തിലാകും നിലപാടുകൾ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത നിലപാടുകൾ പാകിസ്ഥാനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കരാറുകൾ എല്ലാം റദ്ദാക്കിക്കൊണ്ട് എല്ലാ മേഖലയിലുമുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധം ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്കും ഒരു തരത്തിൽ ആശങ്കയുണ്ട്. ഏത് തരത്തിലാകും ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത്? ഇന്ത്യൻ സൈനികർ മുഴുവൻ തിരച്ചിലിലാണ്. അതായത് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന മേഖലകൾ മുഴുവൻ തിരഞ്ഞ് നടക്കുകയാണ് സൈന്യം. സൈന്യത്തിന് കൂടി ഏറ്റ ഒരു നാണക്കേടാണ് ഇത്. സൈന്യം കൃത്യമായി വിഹരിക്കാത്ത മേഖലകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് തീവ്രവാദത്തിനായി ആക്രമികൾ എത്തിയെന്ന് പറയുന്നത് സൈന്യത്തെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സൈന്യം ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നയതന്ത്രപരമായ ഇടപെടലുകൾ ഇന്ത്യ നടത്തട്ടെ. പക്ഷേ അക്രമികൾ, ഈ വെടിയുതിർത്ത ഒരു അക്രമിയെയും ജീവനോടെ വച്ചേക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഭീകരർക്ക് പേടി സ്വപ്നമായ അജിത് ഡോവലിനെ നമ്മൾ ഓർക്കേണ്ടത്. അജിത് ഡോവൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ എന്താകും ഉണ്ടാകാൻ പോകുന്നത് എന്ന ആശങ്ക ഓരോരുത്തർക്കുമുണ്ട്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പിച്ചും പേയും പറയുന്നത്, അടിച്ചാൽ തിരിച്ചടിക്കും, ആ തിരിച്ചടി ഇന്ത്യ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും, അഭിനന്ദ് വർത്തമാനെ പോലെ ഒരു ചായ കൊടുത്ത് വിടില്ല, സൈനികരെ മൊത്തവും തീർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിച്ചും പേയും പറയുകയാണ് പാകിസ്ഥാൻ. അജിത് ഡോവൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഓരോ തീവ്രവാദികൾ ഇരിക്കുന്നിടത്ത് ചെന്ന് അജ്ഞാതന്മാർ എത്തി ഓരോന്നിനെ തീർത്തിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിറകിലെ തല എന്ന് പറയുന്നത് അജിത് ഡോവലിൻ്റെയാണ്. ഡോവൽ കളത്തിലിറങ്ങും, തിരിച്ചടിക്കാൻ കരുക്കൾ നീക്കുകയാണ് ഭാരതം. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്ക് മുതൽ പാകിസ്ഥാനി ഭീകര സംഘടനകളുടെ നോട്ടപ്പുള്ളിയാണ് ഡോവൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഡോവൽ. പിടികൂടിയ ഭീകരരിൽ നിന്ന് ഡോവലിന്റെ ഓഫീസിന്റെ വിശദമായ വീഡിയോ ലഭിച്ചതായും സൂചനയുണ്ട്. സുരക്ഷാ വിന്യാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വീഡിയോയിൽ ഉണ്ടെന്നാണ് സൂചന. ശത്രു നിവാരണ പ്രതിരോധം എന്ന ഡോവലിന്റെ പ്രമാണമാണ് ചുട്ട മറുപടികൾക്കും കനത്ത പ്രത്യാക്രമണങ്ങൾക്കും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതെന്ന് പാകിസ്ഥാൻ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപതിപ്പ് തിരിച്ച് ഇന്ത്യയും പ്രയോഗിക്കുന്നു. NSA ആയത് മുതൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഡോവൽ. വിരമിച്ച ചില പാക് പട്ടാളക്കാർ എഴുതിയ ലേഖനങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാനും താറുമാറാക്കാനും വിഘടിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമായാണ് ഡോവലിനെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഡോവലിന്റെ പ്രമാണം പാക് തന്ത്രങ്ങൾ മെനയുന്നതിലെ നിർണായക ഘടകമാകുന്നു. 5ാം തലമുറ യുദ്ധത്തിന്റെ മൂർത്ത രൂപമായാണ് ഡോവൽ പ്രമാണത്തെ പാക് പട്ടാളം കാണുന്നത്. രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാൻ കൂടുതൽ മോശപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയാണ്. ഭീകരതയുടെ വിളനിലമായി പാകിസ്ഥാൻ അവരുടെ പ്രവർത്തികളിലൂടെ വിളംബരം ചെയ്യുന്നു. അതോടെ പാകിസ്ഥാൻ ലോകത്ത് ഒറ്റപ്പെടുന്നു. 2016 മിന്നലാക്രമണവും 2019 ബലാക്കോട്ട് ആക്രമണവുമെല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്താനും പാകിസ്ഥാന് പ്രേരകമായി. ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകത്തിന്റെ പിന്തുണയും കിട്ടി എന്നുള്ളതാണ്. ഇന്ത്യ തിരിച്ചടിച്ചാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമോ? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി എങ്ങനെയാണ്? ലോകത്തെ മുഴുവൻ നടുക്കിയ സംഭവമായി മാറിയിരിക്കുകയാണ് കശ്മീരിലെ തീവ്രവാദ ആക്രമണം. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയ ആക്രമണമാണ് പൽഗാമിൽ നടന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്കെത്തിയ ഒരു കൂട്ടം സാധാരണ ജനങ്ങൾക്കിടയിലേക്കാണ് അക്രമകാരികൾ നിറയൊഴിച്ചത്. ഉറ്റവരുടെ മുന്നിൽ വച്ചാണ് പലരുടെയും ജീവനെടുത്തത്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 13 ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, പിന്നെയാണോ തീവ്രവാദികൾ എന്നായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ.
ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് പലരും കരുതുന്നതെന്നും രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ ഭീകരർക്ക് കഴിയുമോ എന്നുമായിരുന്നു അസീം പറഞ്ഞത്. അസീം മുനീറിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാവുക? ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാനാകുമോ? രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന ഒരു റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 1.44 ദശലക്ഷം സൈനികരുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. എന്നാൽ പാക് സൈന്യം അതിന്റെ പകുതിയിൽ താഴെയാണ്. കൂടാതെ ഇന്ത്യയിൽ 2.5 ദശലക്ഷത്തിലധികം വരുന്ന അർദ്ധ സൈനിക സേനയുമുണ്ട്. പാകിസ്ഥാനിൽ ഇത് 5 ലക്ഷം പേരാണ്. 4500 ടാങ്കുകൾ, 538 യുദ്ധവിമാനങ്ങൾ, ആധുനിക ആയുധങ്ങളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും വിപുലമായ ശേഖരം ഇന്ത്യക്കുണ്ട്. 1.44 ദശലക്ഷം സൈനികർ ഇന്ത്യക്കുണ്ട്. 1.15 ദശലക്ഷം കരുതൽ ശേഖരമുണ്ട്. 25 ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്. അർജുൻ യുദ്ധ ടാങ്ക്, T-19 ഭീം ടാങ്ക്, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, ഹോവിറ്റ്സറുകൾ, മറ്റ് ആധുനിക പീരങ്കികൾ തുടങ്ങിയവയും കരസേനയുടെ നൂതന യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നാണ് ഇന്ത്യയുടെ വ്യോമസേന. ഇതിൽ ഉൾപ്പെടുന്നത് ഇവയൊക്കെയാണ്. ആകെ 2229 വിമാനങ്ങൾ, 600 യുദ്ധവിമാനങ്ങൾ, 831 സപ്പോർട്ട് വിമാനങ്ങൾ, 899 ഹെലികോപ്റ്ററുകൾ, റഫേൽ, മിറാഷ്, MiG-29, സുഖോയ് Su-30, MKI തുടങ്ങിയവയുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, രുദ്രം റേഡിയേഷൻ വിരുദ്ധ മിസൈൽ, അസ്ത്ര എയർ ടു എയർ മിസൈൽ, നിർഭയ് സബസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് ഉപരിതല പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനം. 1,42,251 നാവിക ഉദ്യോഗസ്ഥർ, ഏകദേശം 150 യുദ്ധക്കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ, INS വിക്രമാദിത്യ, INS വിക്രാന്ത്. പാകിസ്ഥാന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഗ്ലോബൽ ഫയർ പവർ പ്രകാരം കഴിഞ്ഞ വർഷം സൈനിക ശക്തിയിൽ പാകിസ്ഥാൻ 9ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇത്തവണ 12ാം സ്ഥാനത്താണ്. 387 യുദ്ധവിമാനങ്ങൾ, 60 ഗതാഗത വിമാനങ്ങൾ, 549 പരിശീലന വിമാനങ്ങൾ, 352 ഹെലികോപ്റ്ററുകൾ, 57 ആക്രമണ ഹെലികോപ്റ്ററുകൾ, 4 ആകാശ ടാങ്കറുകൾ, മധ്യവായു ഇന്ധനം നിറയ്ക്കുന്നതിന്, 3742 ടാങ്കുകൾ, 50,523 കവചിത വാഹനങ്ങൾ, 782 സ്വയം ഓടിക്കുന്ന പീരങ്കി യൂണിറ്റുകൾ, 692 മൊബൈൽ റോക്കറ്റ് ലോഞ്ചുകൾ, 114 നാവിക കപ്പലുകൾ, 8 അന്തർവാഹിനികൾ, 9 ഫ്രിഗേറ്റുകൾ, സ്വദേശത്ത് വികസിപ്പിച്ചെടുത്തതും ഇറക്കുമതി ചെയ്തതുമായ നിരവധി മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ത്യ ലോക സൈനിക ശക്തിയിൽ തന്നെ 4ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള ഇന്ത്യയെ പാകിസ്ഥാൻ ഭയപ്പെട്ടേ മതിയാകൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.